ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരളൻ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പെരുമ്പടപ്പ് പള്ളിയിലാണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ പള്ളിപ്പെരുന്നാൾ കൂടാൻ എത്തിയതാണ്. മാധവും കിങ്ങിണിയും ചേച്ചിയുടെ മക്കളും എല്ലാവരും ഉണ്ട്. ഈ പള്ളിപ്പെരുന്നാളോട് കൂടിയാണ് ആഘോഷങ്ങൾക്ക് സമാപ്തി കുറിക്കുക. നാടും വീടും എല്ലാം ഒരുങ്ങി അതിഗംഭീരമായിട്ടാണ് ഇവിടെ ഒരുക്കിയത്. വീടിനു മുന്നിലൂടെയുള്ള റോഡിലൂടെയാണ് ഇപ്രാവശ്യം പ്രദക്ഷിണം പോയത്. ജാതിമത ഭേദമന്യേ അതിഗംഭീരമായിട്ടാണ് ഇവിടം എല്ലാവരും കൂടി അലങ്കരിച്ചത്. ക്രിസ്തുമസും ന്യൂ ഇയറും കഴിഞ്ഞാൽ പള്ളിപ്പെരുന്നാൾ കൊണ്ടാടിയിട്ടേ ഇവിടെ ആഘോഷങ്ങൾക്ക് വിരാമമിടുകയുള്ളൂ. എത്രയധികം ആളുകളാണ് ഇന്ന് ഈ വഴി കടന്നുപോയതെന്നറിയാമോ? എല്ലാ പ്രാവശ്യവും പള്ളിയിൽ പോയി ഉണ്ണിമിശിഹായെ കാണാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ പ്രദക്ഷിണം കാണുന്നത്. പല നിറത്തിലുള്ള മുത്തുക്കുടകൾ പിടിച്ചുകൊണ്ടും ചെണ്ട, തകില് വാദ്യങ്ങൾ കൊണ്ടും ബാൻഡ് മേളങ്ങൾ കൊണ്ടുമെല്ലാം നിറഞ്ഞിരുന്നു ഘോഷയാത്ര. ചെറുപ്പം മുതൽ പള്ളിയുമായി ബന്ധമില്ലെങ്കിലും ഔസേപ്പിതാവിന്റെ കപ്പേളയുമായി എനിക്കൊരു ചെറിയ ബന്ധമുണ്ട്. എന്നെ പഠിപ്പിച്ചിരുന്ന ട്യൂഷൻ ചേച്ചി വലിയ ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. കപ്പേളയിലെ പ്രാർത്ഥനകൾ ഒന്നും മുടക്കാറില്ല. ചേച്ചി എല്ലാ ദിവസവും ഡിക്റ്റേഷൻ വെക്കും. എന്നാൽ അതികഠിനമായിരുന്നു അത് പാസ്സാകുക എന്നത്. തെറ്റിയാൽ നല്ല അടി കിട്ടും. ആ സമയത്താണ് ഔസേപ്പിതാവ് രക്ഷകനായി എത്തിയിട്ടുള്ളത്. കപ്പേളയിൽ പ്രാർത്ഥനയ്ക്കായി മണിയടിച്ചാൽ ചേച്ചി എല്ലാവരെയും കൊണ്ട് പ്രാർത്ഥനയ്ക്കായി കൊണ്ടുപോകും. വരി വരിയായി നിർത്തി പ്രാർത്ഥനയിൽ പങ്കുകൊള്ളിക്കും. എൻ്റെ വീടിനു മുന്നിലായി തന്നെ കപ്പേളയുണ്ട്, ഔസേപ്പിതാവിൻ്റെ കപ്പേള. മനസ്സിനെന്തെങ്കിലും വിഷമം തട്ടിയാൽ ഞാൻ അവിടെ ചെന്നാണ് പറയുക. ഇവിടെ കാണാ
അങ്ങനെ ഞങ്ങൾ ഏകദേശം 10:30-11 മണിയോട് കൂടിയാണ് ഉണ്ണിയേശുവിൻ്റെ രൂപമുത്തി ഇറങ്ങിയത്. പള്ളിയിൽ നിന്ന് ഇറങ്ങി ചുറ്റിക്കറങ്ങിയാണ് വീട്ടിലെത്തിയത്. ഏത് കടയിൽ കയറിയാലും സെലക്ട് ചെയ്യുക ഞാനാണ്. തീർത്ത് കഴിക്കേണ്ടി വരുന്നത് ചേട്ടനും. ഒരു ഫലൂഡയും അവോക്കാഡോ ഷേക്കുമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അതും കഴിച്ച് അവസാനിപ്പിച്ച് നേരെ വീട്ടിലേക്ക്. കുട്ടി യാത്രകളും വിശേഷങ്ങളും ഒക്കെയായി ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.